ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ജെ സ്റ്റോറീസ്. അപ്പോൾ ഇന്നാണ് ഇറങ്ങിയ 3 സിനിമകളും കണ്ടു തീർത്തത്. പൈങ്കിളി, ബ്രോമാൻസ്, ദാവീദ്. അപ്പോൾ ഈ 3 സിനിമകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈങ്കിളിയും ബ്രോമാൻസും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെന്ന് പറയാം. വർക്കൗട്ട് ആവാത്ത കണ്ടമാനം കോമഡിയുള്ള സിനിമയാണ് ഇത് രണ്ടും. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം സ്ഥാനം ദാവീദിനും, 2-ാം സ്ഥാനം പൈങ്കിളിക്കും, 3-ാം സ്ഥാനം ബ്രോമാൻസിനും കൊടുക്കാം. ബ്രോമാൻസിൽ മാത്യു തോമസിൻ്റെ പ്രകടനം വളരെ മോശം, കരിയറിലെ ഏറ്റവും മോശം പ്രകടനമാണ് മാത്യു തോമസിൻ്റെ ഈ സിനിമയിൽ. ഇങ്ങനത്തെ ക്യാരക്ടർ പുള്ളി പിടിക്കാണ്ടിരിക്കും പുള്ളിക്ക് നല്ലത്. വിജയുടെ കൂടെ വരെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എന്തിനാണ് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണത്? വെറും മോശം, വെറുപ്പിക്കൽ ക്യാരക്ടർ. ഈ ബ്രോമാൻസിൽ സംഗീതിന്റെ ക്യാരക്ടറാണ് പിന്നെയും കുഴപ്പമില്ലാണ്ട് പോയത്. ബാക്കി എല്ലാവരും വലിയ കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല സിനിമയിൽ. പടം ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു പടമാണ്, പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വർക്കൗട്ട് ആവാത്ത കോമഡികളാണ് ഏറ്റവും കൂടുതൽ. നമ്മൾക്ക് ചിരിക്കാൻ തോന്നില്ല. വളരെ 1-2 സീനുകളിലാണ് ചിരിക്കാനുള്ള ഒരു കോമഡി പടമായിട്ടാണ് ചെയ്തത്. പിന്നെ പൈങ്കിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പൈങ്കിളിയിലെ ക്യാരക്ടേഴ്സ് മുഴുവൻ ഒരു ഇത്തിരി സൈക്കോ എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആ സിനിമ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. സജിൻ ഗോപുവിൻ്റെ പ്രകടനം കാണാൻ വേണ്ടി മാത്രം നമുക്ക് ടിക്കറ്റ് എടുക്കാം സിനിമയ്ക്ക്. കാരണം പുള്ളി തുടക്കം തൊട്ട് അവസാനം വരെ നല്ല അസല് പ്രകടനമാണ്. ഒരു ആ ഫ്ലോയിൽ അങ്ങനെ പോയേക്കാണ് പുള്ളി. അതായത് ഒരു താഴ്ചയില്ല കയറ്റമില്ലാത്തുള്ള രീതിയിൽ പുള്ളി അങ്ങ് തകർത്ത് അഭിനയിച്ചേക്കാണ് പുള്ളിക്ക് കൊടുക്കുന്ന ക്യാരക്ടർ. പുള്ളിയുടെ പ്രകടനം സൂപ്പറാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പം നമ്മൾ ഏകദേശം ഒരു സൈക്കോ മോഡിൽ ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പടം വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാം. ബ്രോമാൻസ് അത്ര പോരാന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ബ്രോമാൻസ് ആയാലും ഇപ്പോഴത്തെ യുവാക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കാം. ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ നേരം പോക്കിന് കാണാവുന്ന ഒരു സിനിമയാണ്. പൈസ അങ്ങനെ നഷ്ടം വരുന്ന അങ്ങനെ സിനിമയൊന്നുമല്ല. ആകെ മാത്യു തോമസിന്റെ പ്രകടനം മാത്രമാണ് വളരെ ക്രിഞ്ച് ബോറ് പ്രകടനമായിരുന്നു. അപ്പം ഈ 3 സിനിമയിൽ മികച്ച സിനിമ എന്ന് പറയുന്നത് ദാവീദാണ്. ദാവീദ് ഒരു മികച്ച സിനിമ. ദാവീദിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അധികം ദൈർഘ്യമില്ല. പിന്നെ അത് മാത്രമല്ല, പടത്തിന്റെ ക്ലൈമാക്സ് എല്ലാവരും പോരാ, പഞ്ച് പോരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ബോക്സിങ്ങിന് കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചാടി കടന്ന് മറ്റേ ഈ സ്ട്രീറ്റ് ഫൈറ്റ് പോലെ അല്ലല്ലോ ബോക്സിങ്. അപ്പോൾ ബോക്സിങ്ങിന്റെ സീനുകളൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചത്. പിന്നെ പറ്റിയ ക്ലൈമാക്സ് ആണ്. അതായത് ആളുകൾ കറക്റ്റ് കൺവിൻസിങ് ആവുന്ന കറക്റ്റ് ക്ലൈമാക്സ് ആണ്. അതിന് വില്ലനും നായകനും തമ്മിൽ അത്ര വ്യത്യാസം അന്തരമുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കറക്റ്റ് ക്ലൈമാക്സ് ആണ് സിനിമയ്ക്ക്. അപ്പോൾ ഒരു തിയേറ്റർ വാച്ചബിൾ, നമുക്ക് ഒരു നല്ല സിനിമ ഇറങ്ങിയതിൽ നല്ല മികച്ച സിനിമ ഈ 3 സിനിമയിലും വെച്ച് നോക്കുകയാണെങ്കിൽ ദാവീദ് തന്നെയാണ്. പിന്നെ ദാവീദിൽ പെപ്പയുടെ മോളായിട്ട് അഭിനയിച്ച കുട്ടിയുടെ സീനുകൾ ക്രിഞ്ചാന്നൊക്കെ റിവ്യൂ കൊടുത്തിട്ടുണ്ട് പലരും. പക്ഷെ ഒന്നുമില്ല, ഒട്ടും ക്രിഞ്ചില്ല. ആ കുട്ടി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് കിട്ടിയ സീനുകളൊക്കെ മികച്ച രീതിയിൽ അഭിനയിച്ചു. ഒരു ക്രിഞ്ചും അതിലില്ല. സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സിനിമ. ക്ലൈമാക്സും നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ക്ലൈമാക്സ് ആണ്. ആ സിനിമയ്ക്ക് പറ്റിയ ക്ലൈമാക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഈ 3 സിനിമയിൽ 1-ാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ദാവീദ്, 2-ാം സ്ഥാനം പൈങ്കിളിക്ക് കൊടുക്കാം, 3-ാം സ്ഥാനം ബ്രോമാൻസിന് കൊടുക്കാം. പിന്നെ 3 സിനിമയും നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. അല്ലാണ്ട് ഭയങ്കര മോശം സിനിമ എന്ന് പറയാൻ പറ്റില്ല. പൈങ്കിളി പിന്നെ വേറൊരു മോഡാണ്. നമ്മളും ആ ഒരു ഇത്തിരി സൈക്കോ ആ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പടം കുഴപ്പമില്ല. സജിൻ ഗോപിന്റെ പ്രകടനം ഒന്നും പറയാനില്ല, അത്രയും മികച്ച പ്രകടനമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ 3 സിനിമയെ കുറിച്ച് പറയാൻ. അപ്പോൾ ആർ ജെ സ്റ്റോറീസ് സൈനിങ് ഓഫ്.